ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി ഒരു ദിശയിൽ മാത്രമേ ഇലക്ട്രോണുകൾ ഒഴുകുന്നുള്ളൂ. ആ സമയത്ത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ അങ്ങനെയല്ല, ദിശ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളവിടുത്തെ മെയിൻ സപ്ലൈ ആണെങ്കിൽ 50 ഹെർട്സ് 50 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവും നെഗറ്റീവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ എത്ര പ്രാവശ്യം മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫ്രീക്വൻസി. ഓരോ സമയത്തും വോൾട്ടേജുകൾ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന സപ്ലൈ നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു റൂട്ട് മീൻ സ്ക്വയർ RMS വാല്യൂ ആണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 230 വോൾട്ടാണ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മീനല്ല, ആവറേജ് എടുത്താൽ 0 ആയിരിക്കും. കാരണം പോസിറ്റീവും നെഗറ്റീവും കൂടെ ആവറേജ് എടുത്താൽ 0 ആവും. അപ്പോൾ ഓരോ സമയത്തെ വാല്യൂവും സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സം എടുത്തിട്ട് ടോട്ടൽ എടുത്തിട്ട് റൂട്ട് എടുക്കും. അതാണ് റൂട്ട് മീൻ സ്ക്വയർ RMS വാല്യൂ. സാധാരണ ഇവിടെ വരുന്ന സപ്ലൈ സൈൻ വേവ് ആണ്. അതാണ് ഏറ്റവും നല്ല എഫിഷ്യൻസിയിൽ പവർ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റുന്നത്. വില കുറഞ്ഞ ഇൻവെർട്ടറിലൊക്കെ ചിലപ്പോൾ സൈൻ വേവിന് പകരം സ്ക്വയർ വേവ് ഒക്കെ ഉണ്ടാവും, അതിന് മെച്ചം കുറവാണ്. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് പീരിയഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻവേഴ്സാണ് ഫ്രീക്വൻസി. അപ്പോൾ അതിൽ ഒഴുകുന്ന സ്പീഡ് കിട്ടുകയാണെങ്കിൽ, വെലോസിറ്റി കിട്ടുവാണെങ്കിൽ വേവ് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ കറണ്ടിൻ്റെ വേവ് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാറില്ല. പക്ഷേ കറണ്ട് ആൻറ്റിനയിൽ ഫീഡ് ചെയ്താൽ ഹൈ ഫ്രീക്വൻസി കറണ്ട്, ഇപ്പോൾ റേഡിയോ വേവ്സ് ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഹൈ ഫ്രീക്വൻസിയിലുള്ള കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻറ്റിനയിലേക്ക് ഫീഡ് ചെയ്താൽ റേഡിയോ വേവ്സ് ഉണ്ടാവും. അതാണ് അമേച്വർ റേഡിയോ കമ്മ്യൂണിക്കേഷനിലും മറ്റ് റേഡിയോ കമ്മ്യൂണിക്കേഷനിലും മൊബൈൽ കമ്മ്യൂണിക്കേഷനിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ റേഡിയോ വേവ്സിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റാണ്. ഏകദേശം സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. നമ്മൾ അമേച്വർ റേഡിയോന് ഉപയോഗിക്കുന്ന പ്രധാന ബാൻഡുകൾ 40 മീറ്ററും 20 മീറ്ററും ബാൻഡാണ്. വേറെയും കുറേ ഉണ്ട്. അപ്പോൾ അതിൽ ഫ്രീക്വൻസി 7 മെഗാഹെർട്സും 14 മെഗാഹെർട്സും ആയിരിക്കും. ഈ വാക്കി ടോക്കി ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന അമേച്വർ റേഡിയോയിൽ 144 മെഗാഹെർട്സും പിന്നെ 437 മെഗാഹെർട്സ് ഒക്കെ ഉണ്ടാവും. സ്പേസ് സ്റ്റേഷനിലേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ഫ്രീക്വൻസിയാണ് 437.800 മെഗാഹെർട്സിലാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് താഴേക്ക് സിഗ്നൽ വരുന്നത്. വോൾട്ടേജിൻ്റെ RMS വാല്യൂവും പീക്ക് വാല്യൂവും തമ്മിലുള്ള ബന്ധം വെച്ചാൽ RMS വാല്യൂ ഈക്വൽ ടു വി പീക്ക് ഡിവൈഡഡ് ബൈ √2. അപ്പോൾ 0.07 ഇൻറ്റു പീക്ക് വോൾട്ടേജ്, അതായിരിക്കും RMS വോൾട്ടേജ് വരിക. 50 ഹെർട്സ് കറണ്ട് ഒരു ചെറിയ വോൾട്ടേജ് ആക്കിയിട്ട് വോൾട്ടേജ് കുറച്ചിട്ട് സ്പീക്കറിലേക്ക് കൊടുത്താലുള്ള ഹമ്മാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും തമ്മിലുള്ള പ്രധാന ഉപയോഗത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. വോൾട്ടേജ് കൂട്ടുമ്പോൾ അതിൻ്റെ കറണ്ട് കുറയും. അതുകൊണ്ടാണ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ട്രാൻസ്മിഷൻ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് സിസ്റ്റംസാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ടവർ ലൈനിലൊക്കെ ആണെങ്കിൽ 220 kV 110 kV 66 kV ഒക്കെ ഉണ്ടാവും. പിന്നെ അത് താഴേക്ക് വരുമ്പോൾ ഹൈ ടെൻഷൻ ലൈനാണെങ്കിൽ 11 kV ഉണ്ടാവും. വീട്ടിലേക്ക് വരുന്ന 3 ഫേസിന് 440 വോൾട്ടായിരിക്കും ലോ ടെൻഷൻ. പിന്നെ സിംഗിൾ ഫേസ് ആണെങ്കിൽ അത് 230 240 ഒക്കെ ആയിട്ട് കുറയും. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫോമർ വെച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഹൈ വോൾട്ടേജിൽ ചില സ്ഥലങ്ങളിലൊക്കെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷനൊക്കെ ഉണ്ട്. വോൾട്ടേജ് എത്ര കൂട്ടണോ അതിനനുസരിച്ചിട്ട് റിസ്ക് കൂടുന്നുണ്ട്. ഹൈറ്റ് കൂട്ടി വെക്കണം, അല്ലെങ്കിൽ ആർക്കിംഗ് ഉണ്ടാവും. ലൈനുകൾ തമ്മിൽ ദൂരം കൂടണം, അല്ലെങ്കിൽ ആർക്കിംഗ് വരാനുള്ള സാധ്യത വരും. അതൊക്കെ മാറ്റി നിർത്തിയാൽ എത്ര കൂടുതൽ വോൾട്ടേജ് ആക്കുന്നോ അത്രയും ട്രാൻസ്മിഷൻ ലോസ് കുറയും. അതായത് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വയറിലുള്ള റെസിസ്റ്റൻസ് കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് വൈദ്യുതി നഷ്ടപ്പെടുമല്ലോ, അത് ഒഴിവാക്കാൻ പറ്റും. അതിനാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉപയോഗം. ഇത് വിക്കിപീഡിയയിൽ നിന്ന് എടുത്ത പലതരം കറണ്ടുകളുടെ വേവ് ഫോംസ് ആണ്. അതിൽ ഒന്ന് പൾസേറ്റിംഗ് കറണ്ട് ബ്ലൂ കളറിൽ, പിന്നെ ഡയറക്റ്റ് കറണ്ട് റെഡിൽ, വേരിയബിൾ കറണ്ട് ഗ്രേയിൽ, പിന്നെ സാധാരണ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സൈനുസോയിഡൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അത് പച്ച നിറത്തിൽ. ഇത് നല്ല രസമുള്ള ഒരു ഫോട്ടോഗ്രാഫാണ്. സിറ്റി ലൈറ്റ്സിൽ
ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആ 60 ഹേർട്സ് ബ്ലിങ്കിങ്, ഇത് നമ്മുടെ നാട്ടിലത്തെ അല്ല, വേറെ സ്ഥലത്താണ്. അവിടെ ചില സ്ഥലങ്ങളിൽ 60 ഹേർട്സ് ഉപയോഗിക്കണേ. അത് ആ വരവരയായിട്ട് കാണുന്നതിൻ്റെ കാരണം മൂവിങ് ലൈറ്റ്സ് ആകുമ്പോൾ ആ ക്യാമറ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് എടുത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഇഫക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്.